ഭർത്താവുള്ളവർ പ്രത്യേകിച്ച് ഇത് കേൾക്കണം. കുടുംബമുള്ളവരും കേൾക്കണം. മക്കളുള്ളവരും ഇതൊന്ന് കേൾക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സമ്പത്ത് കൂടണം, മാർഗങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടാകും, നമ്മുടെ ഭർത്താവും അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ ഞാനൊരു പരിഹാര മാർഗത്തെക്കുറിച്ച് പറയട്ടെ. നമ്മുടെ ഭർത്താവിന് ഒന്നും സംഭവിക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാവരുത്, ഭർത്താവ് അപകടങ്ങളിൽ പെടരുത്, അല്ലെങ്കിൽ മക്കൾ അപകടങ്ങളിൽ പെടരുത്, സ്കൂളുകളിലേക്കും മറ്റും പോയതിനു ശേഷം പ്രയാസങ്ങൾ ഉണ്ടാവരുത്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഉമ്മ ഉപ്പ അടക്കമുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത്. ഇങ്ങനെ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ഉണ്ടോ? ഈ കേൾക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്ന്? എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പരിഹാര മാർഗത്തെ പറഞ്ഞു തരാം. ഇത് ചൊല്ലിയാലുള്ള നേട്ടം ഇതാണ്: നമുക്കും നമ്മുടെ കുടുംബത്തിനും, ഭാര്യ ഭർത്താവ് മക്കൾ ഉമ്മ ഉപ്പ അടങ്ങുന്ന നമ്മുടെ കുടുംബത്തിനും ഒരു അപകടങ്ങളും ഇല്ലാതെ പ്രത്യേകമായ ഒരു കാവല് കിട്ടും. സമ്പത്ത് വർദ്ധിക്കും. സമ്പത്ത് വർദ്ധിക്കാൻ ഇതൊരു കാരണമാകും. ഇതിനൊക്കെ കാരണമാകുന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ. ഈ ഇസ്മ എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. വളരെ സിമ്പിളായി കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയും. നോക്കൂ, നിങ്ങൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റിൽ ലൈക്കും ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്താൻ വേണ്ടിയിട്ടാണ്. ഇസ്മിതാണ് യാ ഹഫീറു യാ അല്ലാഹ്, യാ ഹഫീറു യാ അല്ലാഹ്. ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും യാ ഹഫീളു യാ അല്ലാഹ്, യാ ഹഫീളു യാ അല്ലാഹ് എന്ന് ചൊല്ലുക. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 98 തവണ. 98 തവണ, അതായത് 2 മിനിറ്റ് പോലും വേണ്ട എന്നർത്ഥം. പൂർണ്ണമായി കേൾക്കണേ, 2 മിനിറ്റ് പോലും വേണ്ട എന്നർത്ഥം. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വേറൊരു കാര്യമുണ്ട്, അതുകൂടി കേൾക്കണം. നിങ്ങൾ യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ളത് 98 പ്രാവശ്യം, അതായത് 98 സെക്കൻഡ് മതി. 2 മിനിറ്റ് പറഞ്ഞാൽ 120 സെക്കൻഡാണല്ലോ, അത്ര വേണ്ട. എന്നിട്ട് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്യണം. റബ്ബേ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ വർധനവ് തരണേ, എൻ്റെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ കാവൽ നൽകണേ, എൻ്റെ ഭാര്യയ്ക്ക് കാവൽ നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്ത് നമ്മൾ റാഹത്തോടുകൂടി മനസ്സറിഞ്ഞത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഈ നേട്ടങ്ങളൊക്കെ കിട്ടാൻ ഈ ഇസ്മ വലിയൊരു കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.